ചേച്ചി ജോമോൻ ചേട്ടന്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ ചേച്ചിനെ കാണണോന്ന് ഓർത്തിരിക്കണായിരുന്നു. എന്താ മോളെ? അങ്കിൾ ആന്റി ഒരു മാസമായിട്ട് എന്റെ വീട്ടിലാണ്. അത് പറ, വെറുതെ അല്ല അവരെ പറ്റി ഇപ്പൊ ആരും കംപ്ലൈന്റ് ആയിട്ട് വരാത്ത. അവിടെ ഇരുന്നല്ലേ ഒരു മരുമോളായി എനിക്ക് അവരെ സഹിക്കാൻ പറ്റണ്ട. നിങ്ങളിത് എങ്ങനെ സഹിക്കണ അവരെ? അത് പറയാനാ ചേച്ചി എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഇല്ല ഇതിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിക്കാന്ന് പറഞ്ഞ ഇവരെ ഞാനിനി വീണ്ടും ചുമക്കണോന്നല്ലേ? സാരമില്ല, എന്റെ അല്ലേ അമ്മായി പോലെ അമ്മായിമേ. നോക്കാം, ഞാൻ വന്ന് വിളിക്കാം വീട്ടിൽ. വളരെ സന്തോഷം ചേച്ചി. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട്. അയ്യോ ഇപ്പറ്റില്ല. അയ്യോ ഇപ്പൊ കയ്യോടെ തന്നെ അതങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. എന്നാ വരാം. ആവട്ടെ ചേച്ചി. പിന്നില്ലേ അവരെനിക്കൊരു ശല്യമായിരുന്നു ഞാൻ പറഞ്ഞെന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ട് അവതരിപ്പിക്കരുതട്ടാ. അത് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഞാൻ കൂട്ടായിട്ട് ഡീൽ ചെയ്തോളാം. ചേച്ചി ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെയൊക്കെ വിഷമം പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കി. ഒരു വട്ടം എനിക്ക് തീരെ ക്ഷമ പോയപ്പോഴേ ഞാൻ എന്തൊക്കെയോ വായതൊന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് അവര് ശരിക്കും പോവാൻ പോയതാ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷമം സഹിക്കാൻ പറ്റൂല. പിന്നെ ഞാൻ തന്നെ അവരെ വീട്ടിൽ പിടിച്ച് നിർത്തി. ഇതൊക്കെ നമ്മുടെ സ്ഥലമാണോ? ഇല്ല ഇത് പൊതു വഴി, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി, കോമൺ. ചേച്ചിക്ക് അറിയാലോ, ഈ പ്രതികരിക്കാൻ അറിയാത്തവർക്കുള്ള ഒരു പ്രശ്നമാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിക്കണേ പിന്നെ പറഞ്ഞു കേട്ടവരെങ്കിലും വിഷമമായിരിക്കും നമ്മൾ പറഞ്ഞവർക്ക്. ഇതാണല്ലോ വീട്. ഞാൻ പണ്ട് ഞങ്ങളുടെ വിരുന്നിന് വന്നതാ, കൊറേ നാളായി വന്നിട്ട്. അപ്പയമ്മയില്ല ഇവിടെ. അവര് ചേച്ചിയുടെ ഡെലിവറി ആയിട്ട് പോയേക്കാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഒറ്റയ്ക്കാണല്ലേ? ഒറ്റയ്ക്കും കൂടിയാ. ഇതാര വന്നേക്കണേ നോക്കിയേ. മോളെ സുഖമാണോ മോളെ? സുഖമാണ്. പക്ഷെ ഇവിടുത്തെ അത്ര സുഖമില്ല. മോളെന്താ ഇവിടെ? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാനേ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. അയ്യോ അല്ല, ചേച്ചിക്ക് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടു. നമുക്ക് പോവാ.